ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി വെച്ചാലോ? വാ. ചിക്കൻ നല്ല വൃത്തിയിൽ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് മിന്നലെ കൊണ്ടാന്ന് ചിക്കനും കഴുകി നല്ല വൃത്തിയാക്കട്ടെ. ഫസ്റ്റ് കഴുകിയിട്ട് ഞാൻ എന്താക്കും വൃത്തിയാക്കിയിട്ട് ഇനി മുറിച്ചിട്ട് നല്ല വൃത്തിക്ക് കഴുകാമല്ലോ. എല്ലാം മുറിച്ച് നല്ല വൃത്തിയിൽ ക്ലീനായേ. ക്ലീനായതിന് ശേഷം ഇതിൻ്റെ അകത്ത് ലേശം മുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നല്ലോണം പെരക്കിയിട്ട് എന്താക്കാം ചിക്കൻ ഫ്രൈ ആക്കാം. നല്ല ചുവന്നിട്ട് നല്ല ഫ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ എന്താക്കാൻ കുറച്ച് അപ്പോഴത്തേക്ക് കുറച്ച് ഉള്ളിയെല്ലാം തൊളിച്ചിട്ടെല്ലാം വെക്കാം. 2-3 ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. ആ ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം ഫസ്റ്റ് ചിക്കൻ ഫ്രൈ അങ്ങനെ പൊരിയുന്നുണ്ട്. പച്ചമുളക് 2-3 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അത് ചതുക്കിയെടുക്കാം. നല്ല തടിങ്ങനെ നേർങ്ങനാക്കരുത്, നൈസാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ തടിങ്ങനെ ഉണ്ടാവണം. ഒരു കറക്കൽ മാത്രം ഈ ഉള്ളി ഇത്രയേ വേണ്ട. ഒരു 3 ഉള്ളി, ആ 3 ഉള്ളി, പിന്നെ ഒരു 3 തക്കാളി, അത് തക്കാളി മുറിച്ച് വെച്ച്, പിന്നെ മല്ലിച്ചപ്പും പുതിന, ഇത് പിന്നെ മല്ലിച്ചപ്പും പിന്നെ പുതിന ചപ്പും വന്നേ അതെല്ലാം മുറിച്ചിട്ടിടാൻ തക്കാളിൻ്റെ അകത്ത് തന്നെ. എന്നിട്ട് ഉള്ളി കുക്കറിലിടാൻ, തക്കാളിയും ഇതെല്ലാം ഇടാൻ, എല്ലാം ഒപ്പരിടാൻ, ലേശം മല്ലിപ്പൊടി ഇടാൻ. 1 സ്പൂണ് മല്ലിപ്പൊടി ഇടും, 1 സ്പൂണ് ഇത് എന്തിപ്പോൾ കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വെക്കാൻ 2 വിസിൽ. അപ്പോൾ അത് നമ്മൾ ലേശം ഉള്ളി മുറിച്ചിട്ട് പൊരിച്ചിട്ട് നല്ല നെയ്യിൽ ഇതാക്കി ആ ചൂടുള്ള നെയ്യിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കാൻ. എന്നിട്ടിപ്പോൾ മസാല എല്ലായി 3 കുക്കറായി മസാലയായി. അതിനകത്ത് 2 ചെറുനാരങ്ങ പിയാൻ വേറൊരു ചെമ്പിലേക്ക് ആക്കിയത് ഞാൻ. മസാല 2 വിസിലായതിന് ശേഷം ഇത് ഗരം മസാലപ്പൊടിയാണ്, പിന്നെ ലേശം നെയ്യ് അതിട്ട് നല്ലോണം ഇളക്കി ചെറുനാരങ്ങയും പീനിട്ട് ഇതും ഇടാൻ, പൊരിച്ച കോഴിയില്ലേ അത് ഇട്ട് നല്ല വൃത്തിക്ക് ഇങ്ങനെ ഇതാക്കി വെക്കാൻ. വെച്ചതിന് ശേഷം നെയ്ച്ചോറ് നമ്മൾ വെക്കും. നെയ്ച്ചോറ് വെക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ആ നെയ്ച്ചോറ് എന്താക്കുക നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്ത് ലേശം ഗരം മസാലപ്പൊടി ഇടുക. അത് നല്ലോണം കുഴക്കാം. മല്ലിച്ചപ്പും പുതിന ചപ്പും എല്ലാം ഇട്ടിട്ട് കുഴച്ചതിന് ശേഷം ഈ മസാലൻ്റെ മേലെ ചോറിടുക. ഇങ്ങനെ ചോറിട്ടിട്ട് എന്താക്കാൻ, നമ്മളിപ്പോൾ നെയ്യില്ലേ, ഉള്ളി പൊരിച്ച നെയ്യില്ലേ, ആ ചൂടുള്ള നെയ്യിൽ ലേശം മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതാണ്. അപ്പോൾ ചോറിനൊരു നല്ലൊരു കളർ കിട്ടും, മുഞ്ചുണ്ടാവും. അതിട്ട് ലേശം പുതിനയും ഇതെല്ലാം ഇട്ട് പുതിന ഇടുന്ന പുതിനയും ആ ഉള്ളി പൊരിച്ചെല്ലാം കൂട്ടിയിട്ടിട്ട് ദമ്മിന് വെക്കാൻ. ഇങ്ങനെ ദമ്മിന് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് ചോറ് റെഡിയായേ. ഞാനിത് ആദ്യം വീഡിയോ ഇട്ടിട്ട് ഞാൻ വോയിസ് ഇടുന്നതാണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്കിങ്ങനെ പറയുന്നൊന്നും അറിയില്ല, കാരണം വോയിസ് ഒന്നും ഇടാത്തത് കേട്ടാ മക്കളെ. എല്ലാവരും സുഖം തന്നെ. അല്ലാഹു എല്ലാവർക്കും ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ എല്ലാ വീഡിയോകളും കാണണേ മക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.